യോഗ്യത കുറവാണെന്നേശു കണ്ട യോഗ്യത നിറമല്ലെന്നേശു കണ്ട യോഗ്യത നിറവാണെന്നേശു കണ്ട യോഗ്യത കഴിവല്ലെന്നേശു കണ്ട യോഗ്യത കുറവാണെന്നേശു കണ്ട യോഗ്യത നിറമല്ലെന്നേശു കണ്ട യോഗ്യത നിറവാണെന്നേശു കണ്ട യോഗ്യത കണമല്ലെന്നേശു കണ്ട യോഗ്യത കണ്ണീർ കണമാണെന്നേശു കണ്ട യോഗ്യത കണമല്ലെന്നേശു കണ്ട യോഗ്യത കണ്ണീർ കണമാണെന്നേശു കണ്ട യോഗ്യത കഴിവല്ലെന്നേശു കണ്ട യോഗ്യത കുറവാണെന്നേശു കണ്ട യോഗ്യത ഉയർച്ചയല്ലേശു കണ്ട യോഗ്യത താഴ്ചയാണേശു കണ്ട യോഗ്യത വളർച്ചയല്ലേശു കണ്ട യോഗ്യത എൻ്റെ പകർച്ചയാണേശു കണ്ട യോഗ്യത ഉയർച്ചയല്ലേശു കണ്ട യോഗ്യത താഴ്ചയാണേശു കണ്ട യോഗ്യത വളർച്ചയല്ലേശു കണ്ട യോഗ്യത എൻ്റെ പകർച്ചയാണേശു കണ്ട യോഗ്യത തളിർത്തതല്ലേശു കണ്ട യോഗ്യത വാടി വീണതാണേശു കണ്ട യോഗ്യത തളിർത്തതല്ലേശു കണ്ട യോഗ്യത വാടി വീണതാണേശു കണ്ട യോഗ്യത കഴിവല്ലെന്നേശു കണ്ട യോഗ്യത കുറവാണെന്നേശു കണ്ട യോഗ്യത. ദൈവത്തിന് സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായി ദൈവത്തിന് മുമ്പാകെ എന്നെ എഴുന്നേൽപ്പിച്ചതിനാൽ ഞാൻ മുന്നമേ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ യൗവനകാലം ഞാൻ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഞാൻ നിരാശയിൽ വലഞ്ഞുപോയ കാലങ്ങളായിരുന്നു. നിരാശ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം തെറ്റാണ് എന്നറിയാം, ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് വ്യക്തമായി അറിയാം. വചനപ്രകാരം നോക്കുമ്പോൾ അത് ചെയ്യരുത് എന്ന് വ്യക്തമായി അറിയാം, എന്നാൽ അത് ചെയ്യാതിരിക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു കാര്യത്തിൽ ചെയ്യാതിരിക്കാൻ സാധിക്കുന്നില്ല. അവസരം വരുമ്പോൾ ആ തെറ്റ് അല്ലെങ്കിൽ ആ ചിന്ത ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു, അല്ലെങ്കിൽ നാം അത് പ്രവർത്തിച്ചു പോകുന്നു. ഇതാണ് നിരാശ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ മനസ്സിൽ നിരാശ കൊണ്ടു തരുന്നത്. അത് തരുന്നത് പിശാചിൻ്റെ തന്ത്രമാണ്. അത് തരുന്നത് സാത്താനാണ്. നാം ഇന്ന് ദൈവവചനം കേൾക്കുന്നു. നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കാതിരിക്കത്തക്കവണ്ണം, അതിനെപ്പറ്റി പിന്നെ ചിന്തിക്കാൻ പോലും സമയമില്ലാത്ത വിധം സാത്താൻ നമ്മുടെ ഹൃദയത്തെ തകർത്ത് കളയും. നാം ഒരു തെറ്റ് ചെയ്തു പോയാൽ അപ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് നിരാശ തരും. സാത്താൻ പറയും, നീ അന്ന് സമർപ്പണം എടുത്തതല്ലേ, നീ അന്ന് തീരുമാനമെടുത്തൊരു വ്യക്തിയല്ലേ, നീ ഒരു കാര്യം എഴുതി വെച്ചോളൂ, പ്രിയ മകനെ പ്രിയ മകളെ, നിനക്കിതൊന്നും സാധിക്കില്ല. നീ എന്താ ചിന്തിച്ചത്? സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. സാത്താൻ ഇങ്ങനെ തന്നെ പറയുള്ളൂ. എന്താണെന്നറിയോ? നിനക്കിത് സാധ്യമല്ല. ഒരു കാരണവശാലും നിനക്ക് പാപത്തിന്മേൽ, വ്യക്തമായി പറയുകയാണെങ്കിൽ അശുദ്ധിയുടെ മേൽ, സിനിമയുടെ മേൽ,
യൂട്യൂബിൻ്റെ മേൽ, റീൽസിൻ്റെ മേൽ, അല്ലെങ്കിൽ പ്രേമബന്ധങ്ങളുടെ മേൽ, കൂട്ടുകാരുമൊത്തുള്ള പല പല അശുദ്ധ സംസാരങ്ങളുടെ മേൽ, പൊട്ടച്ചൊല്ലിൻ്റെ മേൽ, മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുന്ന അവസ്ഥയുടെ മേൽ, കോപത്തിൻ്റെ മേൽ നിനക്ക് ജയം സാധ്യമല്ല മകനെ. നിനക്കിതൊന്നും സാധിക്കില്ല. നീ ഒരു കാര്യം ചെയ്യുക, നീ കുറച്ച് നാൾ കൂട്ടായ്മയ്ക്കൊക്കെ പോവുക. എന്നാലും നിനക്കിത് പുറത്ത് ഒന്നും സാധിക്കില്ല. നിനക്കൊരു പക്ഷേ നീ ആ കൂട്ടായ്മ യോഗത്തിന് വന്നിരിക്കില്ലേ, അവിടെയൊക്കെ നിനക്ക് സാധിക്കുമായിരിക്കും. നിനക്ക് അവിടെയെല്ലാം വചനം കേൾക്കാൻ സാധിക്കും. എന്നാൽ നിനക്കിതൊന്നും ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നമ്മുടെ ഹൃദയത്തിൽ കിടന്ന് മന്ത്രിക്കുന്ന ഒരു സാത്താന്യ ശക്തിയുണ്ട്. ഞാൻ അങ്ങനെ വലഞ്ഞൊരു വ്യക്തിയായിരുന്നു. എൻ്റെ യൗവനപ്രായം ഞാൻ തകർന്നു പോയൊരു വ്യക്തിയായിരുന്നു. ഞാൻ തലകുമ്പിട്ടവനായി നടന്നൊരു വ്യക്തിയായിരുന്നു. എനിക്ക് പാപം ചെയ്യരുത് എന്ന്, എനിക്ക് ഒരു പാപത്തിന്മേൽ ജയം വേണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പാപം ചെയ്യാതിരിക്കണം. ഞാൻ ഇന്ന് ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ഒരു ബാലിശ്യമായി തോന്നും. എൻ്റെ വീട്ടിൽ എനിക്ക് സിനിമയോട് ഭയങ്കര ആഗ്രഹമായിരുന്നു. പുറമേ ഞാൻ സിനിമയ്ക്ക് പോവില്ല, എന്നാൽ എൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഒരു രഹസ്യമായി സിനിമകൾ കാണുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് തെറ്റാണെന്നറിയാം. ഞാൻ എന്താ ചെയ്യാമെന്നറിയോ? ഞങ്ങളുടെ വീട്ടിൽ കേബിൾ കണക്ഷൻ ഉണ്ട്. അന്ന് ഞാൻ എൻ്റെ പരീക്ഷയെല്ലാം എടുത്തു. ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യാവോ, ദയവേദി കേബിൾ കണക്ഷൻ ഒന്ന് മുറിച്ചിട്ടേക്കാവോ, ഇവിടെ വേണ്ട കേബിള്. എൻ്റെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ, എന്നാലെങ്കിലും ഞാൻ ഈ സിനിമയൊന്ന് കാണാതിരിക്കുമല്ലോ. ഞാൻ അങ്ങനെയെല്ലാം ചെയ്തു. എന്നാൽ പ്രിയമുള്ളവരെ, എൻ്റെ വീട് ഞാൻ ഇന്നെല്ലാം ഓർക്കുന്നുണ്ട്. എൻ്റെ പഴയ വീടിൻ്റെ മുമ്പിൽ ഒരു മാവുണ്ട്. ആ മാവിൻ്റെ മുകളിൽ അതിനോട് ചേർന്ന് തന്നെ ഒരു കെട്ടിടമുണ്ട്. ഈ വീട്ടിൽ നിന്ന് എൻ്റെ വീടിൻ്റെ ടെറസിൽ നിന്ന് മാവിലൂടെ കയറിയാൽ അടുത്ത ടെറസിൽ കയറാം. അവിടെയാണ് കേബിൾ കണക്ഷൻ പോകുന്നത്. ഞാൻ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ? ഞാനല്ല, എന്നെ കൊണ്ട് സാത്താൻ ചെയ്യിപ്പിച്ചു. ഞാൻ ആ മാവിൽ കയറി TV കേബിൾ കണക്ഷൻ ഞാൻ തന്നെ ആ കേബിൾ കണക്ഷൻ കണക്ട് ചെയ്യും. എന്നിട്ടിരുന്ന് സിനിമ കാണും. ഞാനിതെന്തിനാ പറഞ്ഞതെന്നറിയോ? ഇതെല്ലാം നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സാത്താന്യ ശക്തിയുണ്ട്. നമ്മെ തകർക്കുവാനായി, നമ്മെ മുടിക്കുവാനായി ഒരു സാത്താന്യ ശക്തിയാണ് നമ്മെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഒരു വാക്യം നമുക്ക് വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ കർത്താവിന് നമ്മെക്കുറിച്ചൊരു ആഗ്രഹമുണ്ട്. ഈ ലോകം അശുദ്ധമാണ്, ഈ ലോകം മ്ലേച്ഛതകൾ നിറഞ്ഞതാണ്. ഈ ലോകത്തിൽ ഒരിക്കലും നമുക്ക് ജയം സാധ്യമല്ല. കാരണം ഇത് പിശാചിൻ്റെ അധീനതയിലാണ്. ഇന്ന് നിങ്ങൾ വചനം കേൾക്കും, തീരുമാനങ്ങൾ എടുക്കും. എന്നാൽ നിങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങി പോകുമ്പോൾ സാത്താൻ നമ്മെ വട്ടമിട്ട് നിൽക്കുകയാണ്. നമ്മെ തകർക്കുവാൻ വേണ്ടി, നമ്മുടെ ഭാവി നശിപ്പിച്ചു കളയുവാൻ വേണ്ടി, നിത്യ നരകത്തിൽ കൊണ്ടുപോയി നമ്മെ വീഴിക്കുവാൻ വേണ്ടി. എന്നാൽ കർത്താവ് പറയുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, എന്താണ്? നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ആരുടെ നടുവിലാണ് നാം നിൽക്കുന്നത് എന്ന് നമുക്ക് വായിക്കാം. 2-ാം അധ്യായം 14-ാം വാക്യം. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്കരുമാകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറ, വക്രത നിറഞ്ഞൊരു തലമുറ, കോട്ടം നിറഞ്ഞൊരു തലമുറ. അവിടെ നമ്മെ ഓരോരുത്തരെയും, പ്രിയ ദൈവമക്കളെ, നിങ്ങളെ ആ തലമുറയുടെ നടുവിൽ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാക്കി നമ്മെ മാറ്റേണ്ടതിനാണ് ഇന്ന് കർത്താവ് നമ്മളോടൊന്ന് സംസാരിക്കുന്നത്. ഇത് നമുക്ക് സ്വന്തമായി സാധിക്കുകയില്ല. സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ വന്ന് പറയും, നിനക്കിത് സാധിക്കുകയില്ല എന്ന്. അപ്പോൾ നാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറയണം, എന്നെ നിഷ്കളങ്ക മകനാക്കി, എന്നെ നിഷ്കളങ്ക മകളാക്കി തീർക്കുവാൻ എന്നെ വിളിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹമുണ്ട്. അവൻ്റെ മകനാണ് ഞാൻ, അവൻ്റെ മകളാണ് ഞാൻ. എന്നെ തകർക്കാൻ ഒരു സാത്താന്യ ശക്തിക്കും സാധിക്കുകയില്ല എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു പ്രത്യാശയുടെ വാക്ക് വരുമ്പോഴുണ്ടല്ലോ, സാത്താൻ്റെ ശക്തികൾ ഓടിപ്പോകും. ഇന്ന് ജയമില്ലാതെ നിങ്ങൾ ില്ലേ? എനിക്ക് ഉറപ്പാണ്, ഒരു യൗവന പ്രായത്തിൽ നമ്മുടെ ഹോർമോണുകളും നമ്മുടെ എല്ലാ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും പാപം ചെയ്യുവാനായി നമ്മെ പ്രേരിപ്പിക്കുന്നതാണ്. എന്നാൽ അതിൽ യേശുവിൻ്റെ സ്നേഹം വരുമ്പോൾ, ക്രിസ്തുവിൻ്റെ സ്നേഹം വന്ന് നിറയുമ്പോൾ, ഞാൻ ഈ പാപം ചെയ്ത് ഈ മഹാദോഷം പ്രവർത്തിച്ച് എൻ്റെ യേശുവിനെ ദുഃഖിപ്പിക്കില്ല എന്നുള്ളൊരു തീരുമാനം വരുമ്പോൾ നമ്മെ നിഷ്കളങ്ക മക്കളാക്കി ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നമ്മെ നിർത്തുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം. 2-ാം അധ്യായം 15-ാം
വാക്യം നമുക്ക് വായിക്കാം. അവിടെ എങ്ങനെയാണ് നാം നിൽക്കേണ്ടത്, നമ്മെ എങ്ങനെയാണ് നിർത്തുന്നത് അവിടെ പറയുന്നുണ്ട്. നമുക്ക് വായിച്ച് കേൾക്കാം. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. പ്രകാശമുള്ള മക്കളായി. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്, വചനം പ്രമാണിച്ചുകൊണ്ട്. ഈ വചനം നാം പ്രമാണിക്കേണ്ടതാണ്. നമുക്ക് പലപ്പോഴും മടുപ്പ് തോന്നും. ഇതെല്ലാം നമ്മുടെ പ്രായത്തിൽ വരുന്നൊരു കാര്യമാണ്. ഇതെല്ലാം ഞാൻ പല പ്രാവശ്യം കേട്ടതല്ലേ. ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിലൂടെ ഇങ്ങനെ ഒരു അലസതയുടെ മനോഭാവം കടന്നു പോവും. നിങ്ങളത് കണ്ട് പേടിക്കണ്ട. ഇതെന്താ എനിക്കിതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തത്? നിങ്ങൾ അങ്ങനെ പേടിച്ചിരിക്കണ്ട. നിങ്ങൾ ഒരു കാര്യം മാത്രം, വചനം കേൾക്കുമ്പോൾ തല ഉയർത്തിക്കൊണ്ട് നിങ്ങൾ ഒരു കാര്യം പ്രാർത്ഥനയോടെ, കർത്താവേ, ഇത് എൻ്റെ അനുഭവമാണല്ലോ ഈ പറയുന്നത്, ഞാൻ ഇന്ന് വലിയുന്നൊരു കാര്യമാണല്ലോ ഈ പറയുന്നത്. കർത്താവേ, ഇന്ന് നീ എനിക്കത് സാധിപ്പിച്ച് തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ യൗവനപ്രായത്തിൽ എനിക്ക് എൻ്റെ സൃഷ്ടാവിനെ ഓർക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ എന്നെ നിഷ്കളങ്ക മകനാക്കി എന്നെ നിർത്തുവാൻ ശക്തനായവനാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. യേശുക്രിസ്തു ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതിന് നമ്മെ ശക്തരാക്കുന്നവനാണ്, നമ്മെ ജയം തരുന്നവനാണ്. ഇന്ന് നിങ്ങൾ തോറ്റുകൊണ്ടിരിക്കുന്ന പല പാപങ്ങളിലും ഞാനിവിടെ നിൽക്കുമ്പോൾ തികഞ്ഞവനായിട്ടല്ല നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും സാധിക്കുകയില്ല എന്ന് നിരാശയോടെ ജീവിച്ചൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ഇന്ന് കർത്താവ് ഒരു പ്രത്യാശ തന്നു. കർത്താവിന്ന് ഞാൻ തോറ്റുപോയ പല പാപ സ്വഭാവങ്ങളുടെ മേലും ജയം തന്നു എന്ന്. അതെൻ്റെ വ്യക്തമായ അനുഭവമാണ്. സിനിമയുടെ മേൽ എനിക്ക് ജയം തന്നു കർത്താവ് എനിക്ക് അശുദ്ധിയുടെ മേൽ ഒരു ജയം തന്നു. ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നതെല്ലാം അശുദ്ധമായിരുന്നു. ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല എൻ്റെ കണ്ണിന്മേൽ എനിക്കൊരു ജയം കിട്ടുമെന്ന്. ഞാൻ പലപ്പോഴും കോപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ കോപ സ്വഭാവങ്ങളുടെ മേൽ ജയം തന്നു. കർത്താവ് ഞാൻ തോറ്റുപോയ പല പല പാപ സ്വഭാവങ്ങളിലും കർത്താവ് എനിക്ക് ജയം തന്നു. ഞാൻ പൂർണ്ണനായില്ല. എന്നാൽ ഇന്ന് ഞാൻ വീഴാൻ തുടങ്ങുമ്പോഴേക്കും കർത്താവ് എൻ്റെ ചേർത്ത് പിടിക്കുന്നു. എനിക്കൊരാഗ്രഹം തരുന്നു. എന്താണെന്നറിയോ? ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ എനിക്കൊരു വിശുദ്ധനായി നിൽക്കണമെന്ന്, വിശുദ്ധിയോടുള്ള ഒരാഗ്രഹം. അതിന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടും. നമ്മളിപ്പോൾ എന്താണ് ചിന്തിച്ചത്? വക്രതയും കോട്ടവുമുള്ളൊരു തലമുറ, അതിൻ്റെ നടുവിലാണ് നാം നിൽക്കുന്നത് എന്ന്. നമ്മുടെ ചുറ്റും വക്രതയും കോട്ടവുമുള്ള തലമുറയാണ് എന്ന്. എന്നാൽ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിൽ അവിടെ വേറെ ഒരു കാര്യം കാണുന്നുണ്ട്. 10-ന്റെ 16-ാം വാക്യം, 10-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ വീണ്ടും കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, വക്രതയും കോട്ടവുമുള്ള തലമുറ നാം ഇപ്പോൾ ചിന്തിച്ചു. എന്നാൽ ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്. വേറൊരു സമൂഹത്തിൻ്റെ നടുവിൽ നാം നിൽക്കുന്നു. അവിടെ എന്താണ് പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം നമുക്ക് വായിക്കാം. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിപ്പിൻ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ചെന്നായ്ക്കളുടെ നടുവിൽ ഒരു കുഞ്ഞാടിനെ പോലെയാണ് നിങ്ങൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങുന്നത്. ചെന്നായ്ക്കളുടെ നടുവിൽ, ചുറ്റും ചെന്നായ്ക്കൾ. ഇവിടെ വേദപുസ്തകം നാം വിശദമായി വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഈ ചെന്നായ്ക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് കള്ളപ്രവാചകന്മാരെയാണ്, നമ്മെ തെറ്റിക്കുന്ന കള്ള സുവിശേഷകരെ. ഇന്ന് നാം സമൂഹത്തിൽ യൂട്യൂബിലും എല്ലാം നാം അനേകം സുവിശേഷ വചനങ്ങൾ കേൾക്കുന്നുണ്ട്. നാം പല പല ഉപദേശങ്ങൾ കേൾക്കുന്നുണ്ട്. പല പല സുവിശേഷ പ്രസംഗങ്ങൾ നാം ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ നമ്മെ തെറ്റിക്കുന്ന ചെന്നായ്ക്കളുണ്ട്. അവരുടെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, നമ്മെ കടിച്ച് കീറുക എന്നുള്ളതാണ്. നാം ഒരു കുഞ്ഞാടിനെ പോലെയാണ് കർത്താവ് നമ്മെ അയക്കുന്നത്. അവർ തെറ്റായ വചനങ്ങൾ. ചിലർ പറയും, സിനിമയെല്ലാം കാണും, അതിനെന്താ കുഴപ്പം? അത് ബൈബിൾ എഴുതിയ കാലത്ത് സിനിമയുണ്ടോ? അന്ന് ബൈബിൾ എഴുതുന്ന കാലത്ത് സിനിമയുണ്ടോ? അതുകൊണ്ട് അതിൽ ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സിനിമ കാണരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്താ സിനിമ കൊണ്ടാ കുഴപ്പം? ഇതെല്ലാം കള്ള പ്രവചനങ്ങളാണ്, കള്ള സുവിശേഷങ്ങളാണ്. പിശാച് നമ്മളെ തെറ്റിക്കുവാൻ വേണ്ടി തന്ത്രശാലിയായി നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന കാര്യങ്ങളാണ്. അത് കേട്ട് നാം തെറ്റിപ്പോകരുത് എന്ന്. ഒരു നിമിഷം പോലും അശുദ്ധി എന്ന് പറയുന്നതിൻ്റെ ഒരു കണിക പോലും നമ്മുടെ ഹൃദയത്തിൽ വരരുത്. അശുദ്ധമായ കാര്യങ്ങളാണെന്ന് നാം അതിലൂടെ കാണുക. അശുദ്ധി, അലസത, ഇതെല്ലാം പാപമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സിനിമയിലൂടെ അതെല്ലാമാണ് നാം കാണുന്നത്. സിനിമ കാണരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ തെറ്റിപ്പോയിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ സിനിമ കാണാം. ഞാൻ അങ്ങനെയെല്ലാം കുഴങ്ങി നടന്നിട്ടുണ്ട്. ഞാൻ ആകെ കൺഫ്യൂഷനിലായി പോയിട്ടുണ്ട്. നിങ്ങൾക്കും ഇതേ അനുഭവങ്ങൾ വരും പ്രിയ ദൈവമക്കളെ. നിങ്ങളുടെ കൂട്ടുകാർ പറയും ഇതൊന്നും കുഴപ്പമില്ല എന്ന്. വേറെ ചിലർ പറയും അതെ, ഈ പ്രേമിക്കുന്നതൊന്നും ഒരു തെറ്റല്ല. നിങ്ങൾ എന്താ ചിന്തിച്ച്? പണ്ടൊക്കെ പ്രേമിക്കാൻ അവസരമില്ലായിരുന്നു, ഇന്ന് പ്രേമിക്കുന്നതുകൊണ്ട് എന്താ?
നിങ്ങൾ വിദേശ രാജ്യങ്ങളൊക്കെ നോക്കൂ, അവിടെയെല്ലാം പരസ്യമായാലും ഇതെല്ലാം നടക്കുന്നത്. പിന്നെ ഒരു കാര്യം ചെയ്താൽ മതി, പ്രേമിക്കുന്ന, ഞാനിതെല്ലാം തുറന്നു പറയുന്നത് എൻ്റെ പ്രിയ ദൈവമക്കളോടാണ്. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു കാര്യം ചെയ്താൽ മതി, ഈ പ്രേമിക്കുന്ന ആളെ തന്നെ കല്യാണം കഴിക്കാവുള്ളൂ. അങ്ങനെ ചെയ്താൽ വേദപുസ്തക പ്രകാരം നിങ്ങൾ സുശേഷമൊക്കെ കേട്ടോളൂ, കൂട്ടായ്മയ്ക്കെല്ലാം പൊക്കോളൂ. ഇതൊന്ന് ചെയ്താൽ മതി, തെറ്റൊന്നുമില്ല. പിന്നെ ഒരു പെണ്ണിനോടോ ഒരു ആണിനോട് സംസാരിക്കുന്നതിൽ എന്ത് തെറ്റ്? കുറച്ചു നേരം ഒന്ന് സംസാരിക്കുക, അതൊന്നും ഒരു തെറ്റല്ല എന്ന് പഠിപ്പിക്കുന്ന കള്ള സുവിശേഷങ്ങൾ, അത് നിങ്ങളുടെ സുവിശേഷ പ്രസംഗങ്ങളോട് മാത്രമല്ല കേൾക്കുക, നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങൾ വിശ്വസിക്കുന്ന ഏറ്റവും സ്നേഹിക്കുന്ന നിങ്ങളുടെ സഹപാഠികളും നിങ്ങളുടെ ഈവൻ ബന്ധുക്കൾ പോലും നിങ്ങളോടൊന്ന് ഉപദേശിച്ചു തരും. തെറ്റിപ്പോകരുത് എന്ന്, നിങ്ങൾ വഷളായി പോകരുത് എന്ന്. ഞാൻ പറഞ്ഞാൽ അനേകം കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ഒരിക്കലും മദ്യം രുചിച്ചു നോക്കിയിട്ടില്ല. ഞാൻ ഒരിക്കലും എനിക്ക് മദ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വീഞ്ഞിൻ്റെയോ അതിൻ്റെ ഒരു ടേസ്റ്റോ അങ്ങനെ ഒരു കാര്യം ഞാൻ രുചിച്ച് നോക്കിയിട്ടില്ല. എനിക്കൊരു ക്രെഡിറ്റ് ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ. ഇവനൊരു മദ്യപിക്കാത്ത ഒരു മനുഷ്യനാണ്, ഇവൻ എത്ര ആളുകൾ കൂടിയാലും മദ്യപിക്കില്ല. ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ? ഞങ്ങൾ കോളേജിൽ നിന്ന് ടൂറെല്ലാം പോകുമ്പോൾ ഇവർ മദ്യപിക്കാനിരിക്കും, ഞാൻ അവരുടെ കൂടെ പോയിരിക്കും. എന്തിനാണെന്നറിയോ? എനിക്ക് ആ വാക്ക് കേൾക്കണം. നീ ഇതെങ്ങനെ സാധിക്കുന്നു? നിനക്ക് ഈ മദ്യപിക്കാതെയൊക്കെ ഇരിക്കാൻ എങ്ങനെയാ സാധിക്കുന്നത്? എനിക്കതൊന്ന് കേട്ട് എനിക്കൊരു സുഖം. അപ്പം ഞാൻ അവർ ഉപദേശിക്കും, നിങ്ങളിതൊന്നും ഇങ്ങനെ മദ്യപിക്കരുത്, നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഇങ്ങനെയൊന്നും ചെയ്യാവോ? ഇതെല്ലാം എൻ്റെ ഒരു ക്രെഡിറ്റ് ആയിരുന്നു. പ്രിയമുള്ളവരെ, സാത്താൻ്റെ തന്ത്രം. അവരുടെ കൂടെ പോയി ഇരുന്നപ്പോൾ തന്നെ ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു, ഞാൻ മദ്യപാനിയായിപ്പോയി. ഞാൻ മദ്യപിക്കണമെന്നില്ല. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ വ്യഭിചാരം ചെയ്യണമെന്നില്ല? നിങ്ങളൊരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ മോഹത്തോടെ നോക്കിയെങ്കിൽ നീ അവനുമായിട്ട് വ്യഭിചാരം ചെയ്തു പോയി എന്ന്. ഇതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഞാൻ പറഞ്ഞത്, പാപത്തെ ഡൈല്യൂട്ട് ചെയ്യുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് വരും. പാപത്തെ നിസ്സാരമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കൂട്ടുകാർ നിങ്ങളുടെ അടുത്ത് വരും. അതാണ് പറഞ്ഞത്, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെയാണ് നിങ്ങൾ അയക്കുന്നത്. ഇന്ന് പ്രിയ ദൈവമകളെ, നിങ്ങളിന്ന് ദൈവവചനം കേൾക്കുമ്പോൾ ഇന്ന് നാം കേൾക്കുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഇന്ന് എന്നോട് സംസാരിക്കുന്നത്. എന്നോടും ദൈവം പറയുന്നത്, ഇനിയും നീ ഒരു കുഞ്ഞാടാവേണ്ടതുണ്ട്, നീ ഇനിയും തെറ്റുകൾ തിരുത്തേണ്ടതുണ്ട്, ഇനിയും നീ വീണുപോകുന്ന സാഹചര്യമുണ്ട്. അവിടെ പറയുകയാണ്, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിപ്പിനെന്ന്. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിപ്പിനെന്ന്. ആരാണ് ബുദ്ധിയുള്ളവർ? വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവരാണ് ബുദ്ധിയുള്ളവർ. നിങ്ങൾക്കറിയാമല്ലോ ബുദ്ധിയുള്ള ആ കന്യകമാരുടെ കാര്യം. ബുദ്ധിയില്ലാത്തവരും ബുദ്ധിയുള്ളവർ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവരാണ്. വീണ്ടും ഗലാത്യർക്ക് പൗലോസ് എഴുതുമ്പോൾ പറയുന്നുണ്ട്, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്തുകൊണ്ടാണ് അവരെ ബുദ്ധിയില്ലാത്തവരെന്ന് വിളിച്ചത്? യേശുക്രിസ്തുവിനെ അവരുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ അവരെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര് എന്നാണ് പൗലോസ് ലീഗ ചോദിക്കുന്നത്. യേശുക്രിസ്തുവിനെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരച്ചു തരുന്നത്. അത് ഏതെങ്കിലും ഒരു കൂട്ടായ്മയല്ല വരച്ചു തരുന്നത്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരച്ചു തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് യേശുക്രിസ്തുവിനെ കാണിച്ചു തരികയാണ്. ആരെ? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിൻ മുന്നിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ഇന്ന് മയക്കിക്കളഞ്ഞത് ആരാണ് എന്ന്. പാപത്തിൻ്റെ ഏത് കാര്യമാണ് നിങ്ങളെ മയക്കിയത് എന്ന് നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം. നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ഒരു പാപ സാഹചര്യം വരുമ്പോൾ, അങ്ങനെ ഒരു ഉപദേശം വരുമ്പോൾ, കള്ള ഉപദേശങ്ങൾ വരുമ്പോൾ, അപ്പോൾ തന്നെ ചിന്തിക്കണം, എൻ്റെ മുമ്പിൽ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന ഒരു യേശുക്രിസ്തു ഉണ്ട്, എൻ്റെ മുമ്പിൽ ചോര വാർന്നു കിടക്കുന്ന ഒരു ക്രിസ്തു ഉണ്ട്, എൻ്റെ മുമ്പിൽ അവസാനത്തുള്ളി രക്തം വരെ എനിക്ക് ഊറ്റിത്തന്ന എൻ്റെ പ്രാണപ്രിയനായ ക്രിസ്തു ഉണ്ട്. ആ തിരുരക്തം എൻ്റെ പാപങ്ങൾ കഴുകിയതാണ്. ഇനി ആ പാപങ്ങൾ കഴുകിയ പാപത്തിന് വേണ്ടി ഞാൻ വീണ്ടും ആസക്തിയോടെ ഓടുകയില്ല. ഈ കള്ളപ്രവാചകന്മാരുടെ, ഈ കള്ള സുവിശേഷകരുടെ എന്നെ സുഖിപ്പിക്കുന്ന വാക്കുകളുടെ മുമ്പിൽ ഞാൻ ഒരിക്കലും എന്നെ തന്നെ അടിമയായി സമർപ്പിക്കുകയില്ല. ഞാൻ ബുദ്ധിയുള്ളവനാണ്. എൻ്റെ ബുദ്ധി എന്താണ്? എൻ്റെ യേശുക്രിസ്തുവാണ് എൻ്റെ ബുദ്ധി. യേശുക്രിസ്തുവാണ് എനിക്ക് ബുദ്ധി തുറന്നു തന്നത്. യേശുക്രിസ്തുവാണ് എനിക്ക് വചനം തന്നത്. എൻ്റെ യേശുവിനെ ഞാൻ ദുഃഖിപ്പിക്കില്ല എന്ന്. പ്രിയ ദൈവമക്കളെ, എത്ര പേർക്ക് ആ തീരുമാനം എടുക്കാൻ തോന്നുന്നുണ്ട്? നിങ്ങളുടെ കണ്ണിൻ മുന്നിൽ വരച്ചു കിട്ടിയിരിക്കുന്ന യേശുക്രിസ്തുവിനെ നിങ്ങൾ ആരും ആ തിരുരക്തത്തെ ചവിട്ടിക്കളയരുത്. ഞാൻ അങ്ങനെ ചവിട്ടിയവനാണ്. നിങ്ങൾ ഈ വചനം കേട്ടിട്ടും സമർപ്പണം എടുത്തിട്ടും വീണ്ടും ജീവിതത്തിൽ പാപം വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്?
നിങ്ങൾ വീണ്ടും ആ തിരുരക്തത്തെ ചവിട്ടുകയാണ്. ഇന്ന് എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾ കഴുകിത്തന്ന ക്രിസ്തുവിൻ്റെ തിരുരക്തത്തെ ഞാൻ ചവിട്ടുകയാണ്. ഒരു കാര്യം ഹൃദയത്തിൽ എഴുതി വെക്കുക, ഞാൻ ഒരു ബുദ്ധിയില്ലാത്തവനെ പോകുകയില്ല. ഞാൻ ചെന്നായ്ക്കളുടെ നടുവിലാണ് ഇരിക്കുന്നത്, എന്നെ തെറ്റിക്കുന്ന സാത്താൻ്റെ ശക്തിയുടെ നടുവിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്നാൽ എനിക്ക് ബുദ്ധി പകർന്നു തന്ന ക്രിസ്തുവുണ്ട്, എനിക്ക് തിരുരക്തം ഊറ്റിത്തന്ന ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിന് എന്നെ കൊണ്ട് ഒരു ഉദ്ദേശമുണ്ട്, അവൻ എന്നെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ ഞാൻ ഒരിക്കലും തകർത്ത് കളയുകയില്ല. എന്താണ് ആ പ്ലാൻ? എന്താണ്? എന്നെ ആരുടെ നടുവിൽ നിർത്തുവാനാണോ എൻ്റെ പ്ലാൻ? ഞാൻ ചെന്നായ്ക്കളുടെ നടുവിലാണ്, ഞാൻ വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയുടെ നടുവിലാണ്. എന്നാൽ എൻ്റെ ക്രിസ്തുവിന് എന്നെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. അതെന്താണ്? നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിക്കാം. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ നിത്യവചനമുണ്ടല്ലോ, സത്യവചനമുണ്ടല്ലോ, നിങ്ങളെ കൊണ്ട് കർത്താവിനൊരു പ്ലാൻ ഉള്ളത് കൊണ്ടാണ് നാം ഓരോരുത്തരും അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, അല്ല ഈ ലോക സ്ഥാപനത്തിന് മുമ്പ്, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും കർത്താവിനൊരു പ്ലാൻ ഉണ്ട്. അത് നാം നശിപ്പിച്ച് കളയരുത്. എന്താണ് പ്ലാൻ? നമുക്ക് വായിക്കാം. വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എനിക്ക് എന്നെ കാണിച്ചു. വീതിയുടെ നടുവിൽ ഒരു വീതിയുണ്ട്. അത് സ്വർഗീയ വീതിയാണ്, അത് സ്വർഗീയ വീതിയാണ്. അത് എവിടെയാണ്? ഓരോ സ്വർഗീയ വീതി. ആ വീതിയുടെ നടുവിൽ ഞാൻ നിൽക്കേണ്ടവരാണ്. ആ വീതിയുടെ നടുവിൽ എന്നെ നിർത്തുവാനാണ് എന്നെ കർത്താവ് വിളിച്ച് തെരഞ്ഞെടുത്തത്. അവിടെ കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭമായ ജീവജല നദിയുമുണ്ട്. സ്വർഗീയ വീതിയിൽ എന്നെ കൊണ്ടുപോയി നിർത്തുമെന്ന്. ഇന്ന് ഞാൻ ചെന്നായ്ക്കളുടെ നടുവിലാണ്, ഇന്ന് ഞാൻ വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയുടെ നടുവിലാണ്. എന്നാൽ ഞാൻ ഒരു കാലത്ത് ഞാൻ ഒരു സ്വർഗീയ വീതിയുടെ നടുവിൽ പോയി ഞാൻ നിൽക്കേണ്ടതാണ്. അതിനാണ് എൻ്റെ കർത്താവിനെ വിളിച്ചത്. ആ വീതിയുടെ നടുവിൽ എന്നെ നിർത്തുവാൻ, നിങ്ങൾ ഓരോരുത്തരെയും നിർത്തുവാൻ. ഈ ചെറുപ്രായത്തിൽ എന്നെ മരണമെന്നാണ് എനിക്കറിയില്ല. യൗവനക്കാർക്ക് മരിക്കാൻ പാടില്ലേ? ഒരു കൊച്ചിന് മരിക്കാൻ പാടില്ലേ? പ്രായമായാൽ മാത്രമാണ് മരിക്കുകയുള്ളൂ. അല്ല, കർത്താവിൻ്റെ വരവ് രണ്ടാമത് വരാറായില്ലേ? അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഹൃദയത്തിൽ ഉറപ്പിച്ചു വെക്കണം, ഒരു സ്വർഗീയ വീതിയുണ്ട്, ഒരു നരകവുമുണ്ട്. എന്നാൽ ഇന്ന് നാം ഓരോരുത്തരും സ്വർഗീയ വീതിയുടെ നടുവിൽ എന്നെ നിർത്തുവാനാണ് യേശുക്രിസ്തു വിളിച്ചു ചേർത്തത്. ആ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം ഇന്ന് നമ്മളോട് ഗുണകരമായി സംസാരിക്കുന്നത് ആ സ്വർഗീയ വീതിയിൽ നമ്മെ നിർത്തുവാനാണ് എന്ന്. ആ സ്വർഗീയ വീതിയുടെ നടുവിൽ ഞാൻ നിൽക്കണം. അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? നാം നമ്മെ തന്നെ സമർപ്പിക്കണം, നമ്മെ തന്നെ മുഴുവനായി യേശുവിൻ്റെ സന്നിധിയിൽ കൊടുക്കണം. കർത്താവേ, ഞാനൊരു പാപിയാണ് എന്ന്, എന്നാൽ എനിക്ക് പാപം മാത്രമേ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ, ഞാൻ തോറ്റുപോയവനാണ് എന്ന്, എനിക്ക് ഒരു കാലത്തും എനിക്ക് ഒരു ജയം സാധ്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കണം. എന്നെ ജയിപ്പിക്കുന്നവനായ ക്രിസ്തു എന്നെ സ്വർഗീയ രാജ്യത്ത് സ്വർഗീയ വീതിയിൽ ഇരുത്തുവാനായി എന്നെ പേർ വിളിച്ച് ഇവിടെ കൊണ്ടുപോയി ഇരുത്തിയ യേശുക്രിസ്തുവിൻ്റെ സ്നേഹമുണ്ട്. ആ യേശുക്രിസ്തു ഇന്ന് തോറ്റവനെ സ്നേഹിക്കുന്നവനാണ്. ആ യേശുക്രിസ്തു തകർന്നവനെ സ്നേഹിക്കുന്നവനാണ്. അവൻ തകർന്ന മനസ്സുകളോട് ഇടപെടുന്നവനാണ്. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മെ കോരി എടുക്കുന്നവനാണ്. നാം തകർന്നിരിക്കുകയായിരിക്കും, നാം തളർന്നിരിക്കുകയായിരിക്കും. എന്നാൽ ഇന്ന് നിങ്ങൾ ആശയോടെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന യേശുക്രിസ്തു ഉണ്ട്. ഞാനും എൻ്റെ വിശ്വാസത്തിൽ ഞാൻ പ്രത്യാശയോടെ കാണുകയാണ്. ഞാൻ ഇവിടെ വചനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എന്നോട് ചേർന്ന് മുട്ടിയൊരുമി എൻ്റെ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുകയാണ്. യേശുക്രിസ്തു എന്നോടും എൻ്റെ തോളത്ത് എൻ്റെ യേശുക്രിസ്തു കരങ്ങളെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. അവൻ എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുകയാണ്. നിങ്ങൾ കണ്ണുകളെ അടച്ച് അല്പസമയം ഒന്ന് ചിന്തിക്കൂ. ആത്മാർത്ഥമായി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുന്ന ക്രിസ്തു ആണിപ്പാടുള്ള കരവുമായി നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അവൻ നമ്മുടെ മുഖത്തേക്ക് നോക്കുകയാണ്. നമ്മളോട് ഏറ്റവും വാത്സല്യത്തോടെയാണ് നോക്കുന്നത്. അവൻ നോക്കുമ്പോൾ നാം കാണുന്നുണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഒരിറ്റ് തിരുരക്തം വീഴുന്നുണ്ട്. അവൻ്റെ ആണിപ്പാടുള്ള കരം അവൻ്റെ ചങ്ക് കുത്തി തുറന്നിട്ടുണ്ട്. അവനിതെല്ലാം നമ്മെ കാണിച്ചുകൊണ്ട് അവൻ നമ്മുടെ അടുത്ത് വന്ന് ചേർന്ന് വന്ന് നമ്മുടെ മുഖത്തേക്ക് നോക്കി നമ്മൾ ഒരു കാര്യം ചോദിക്കുകയാണ്. മകനെ, നീ തോറ്റാണോ വന്നിരിക്കുന്നത്? മകനെ, നിനക്ക് പിശാചിൻ്റെ മേൽ ജയിക്കാൻ സാധിക്കുന്നില്ലേ? മകനെ, നീ തളർന്നാണോ വന്നിരിക്കുന്നത്? മകനെ, നീ ഇത്രയൊക്കെ സമർപ്പണം എടുത്തിട്ടും നീ വീണ് പോകുന്ന ഒരു മനുഷ്യനാണോ? മകളെ, നിനക്ക്
പല പല കാര്യങ്ങളിൽ നിരാശയുണ്ടോ? നിനക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല എന്നോർത്ത് നീ തളർന്നിരിക്കുന്നുണ്ടോ? നിന്നെ ഏൽപ്പിച്ച ജോലി നിനക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നോർത്ത് നീ തളർന്നാണ് ഇരിക്കുന്നത്? നിനക്ക് ഇനിയും ജയം വേണ്ട പാപ സ്വഭാവങ്ങളുണ്ടോ? ആരാണ് ചോദിക്കുന്നത്? ഇവിടെ നിൽക്കുന്ന ഈ മനുഷ്യനല്ല. എന്നാൽ ഇന്ന് നിങ്ങളോടത് ചോദിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത സ്നേഹമാണ്. ആ സ്നേഹമാണ് എന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കുന്നത്. യേശു എന്നിട്ട് പറയുകയാണ്, മകനെ, നീ എൻ്റെ ഈ കരം കണ്ടോ? നീ എൻ്റെ ആണിപ്പാടുള്ള കരം കണ്ടോ? ഞാൻ നിന്നെ സ്വർഗവീതിയിൽ ഇരുത്തുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സഹിച്ചത്. നീ ഇതൊന്ന് വിശ്വസിക്കാമോ? നിന്റെ സകല പാപവും കഴുകിത്തരുവാൻ ഈ ആണിപ്പാടുള്ള എൻ്റെ കരത്തിൽ നിന്നൊഴുകുന്ന ഈ ഒരിറ്റ് തിരുരക്തമുണ്ടല്ലോ, അത് മാത്രം ഒന്ന് വീണാൽ മതി. നിനക്ക് മനസ്സുണ്ടോ? ഞാൻ നിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. നിനക്ക് ആണിപ്പാടുള്ള കരമൊന്ന് സ്വീകരിക്കുവാൻ, ആ തിരുരക്തം ഒന്ന് വീഴുവാൻ നീ നിന്നെ തന്നെ ഒന്ന് താഴ്ത്തി തരാമോ? ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചുകൊള്ളാം. ഞാൻ നിന്നെ സ്വർഗവീതിയിൽ എത്തിക്കാം. ഈ ഭൂമിയിൽ നിനക്കൊന്നുമില്ലായിരിക്കാം. ഈ ഭൂമിയിൽ നീ മണ്ടനായിരിക്കാം. ഈ ഭൂമിയിൽ നിന്നെ കരുതുവാൻ ആരുമില്ലായിരിക്കാം. നീ ഏറ്റവും തകർന്നവനായിരിക്കാം. എന്നാൽ നിന്നെ എനിക്ക് വേണം മകനെ, നിന്നെ എനിക്ക് വേണം മകളെ. യൗവനക്കാരി, നിന്നെ യേശുവിന് വേണമെന്നാണ് പറഞ്ഞത്. യേശുവിന് നിന്നെ എടുത്തുകൊണ്ട് നടക്കണമെന്നാണ് പറഞ്ഞത്. നിന്റെ ജീവിതം ശോഭനമായി തീരണമെന്നാണ് പറഞ്ഞത്. അതാർക്ക് സമ്മതിക്കാൻ സാധിക്കും? അങ്ങനെയെങ്കിൽ നമുക്കിന്ന് ഹൃദയത്തിൽ നിന്ന് നാം അറിഞ്ഞുകൊണ്ട്, നാം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തമായ ഒരു തീരുമാനം നമുക്ക് ഒരുമിച്ച് ഏറ്റു പറയാം. അത് നാം ഹൃദയത്തിൽ നിന്നാണ് പറയേണ്ടത്. ആരും പ്രഷർ ചെയ്യുന്നതുകൊണ്ടോ ആരെങ്കിലും നിങ്ങളെ നിർബന്ധിക്കുന്നതുകൊണ്ടോ അല്ല. നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ പറയുകയാണ്, എൻ്റെ യേശുവേ, എൻ്റെ പ്രാണനാഥ, ഞാൻ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയാണ്. ഇന്നു മുതൽ ഈ നശിച്ചുപോയ എൻ്റെ ജീവിതം, പാപത്താൽ വലഞ്ഞുപോയ എൻ്റെ ജീവിതം ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. കർത്താവേ, അതാരും സ്വീകരിക്കുന്നതല്ല. എന്നാൽ കർത്താവേ, ഞാൻ ഇന്നു മുതൽ നിന്നെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയാണ്. കർത്താവേ, നീയാണ് എന്നെ നടത്തേണ്ടത്. നീയാണ് എന്നെ വലങ്കരം പിടിക്കേണ്ടത്. കർത്താവേ, ഞാൻ പിശാചിനോട് യാത്ര പറയുകയാണ്. സാത്താൻ്റെ സകല ശക്തികളോടും ഞാൻ യാത്ര പറഞ്ഞ് ഓടി മാറുകയാണ്. ഞാൻ ഓടി നിന്റെ ആ ആണിപ്പാടുള്ള കാൽപാദത്തിലേക്ക് ഒന്ന് വീഴുകയാണ്. കർത്താവേ, എന്നെ നീ ചേർത്ത് പിടിക്കണമേ. എന്നെ നീ അനുഗ്രഹിക്കണമേ. എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി തരണമേ. അസ്വർഗീയ വീതിയിൽ എന്നെ കൊണ്ടുപോയി നിർത്തണമേ. ഞാനത് വിശ്വസിക്കുന്നു. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളോട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗത്തിലെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഞങ്ങൾക്ക് ഈ നല്ലൊരു ദിവസം തന്നതിനാൽ സ്തോത്രം. കർത്താവേ, ഒരു കൂട്ടം പാപികൾക്ക് നിന്റെ സുവിശേഷം കേൾക്കുവാൻ, നിന്റെ വചനം കേൾക്കുവാൻ നീ ഞങ്ങളോട് കാണിച്ച കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുകയാണ്. കർത്താവേ, ഞങ്ങളൊരു ജീവജ്യോതിസുകളായി ഞങ്ങളെ നിർത്തണമേ. കർത്താവേ, ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ഒരിറ്റ് പ്രകാശവുമായി ഞങ്ങളെ നീ ഒന്ന് ഓടി നടക്കുമാറാക്കണമേ. അതിന് നിന്റെ കൃപ ഞങ്ങളോട് കൂടി ഇരിക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയെ തരുന്നു. എല്ലാം യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ.